23 ഇനം നായ്ക്കളെ ബാൻ ചെയ്തുകൊണ്ടുള്ള സെൻട്രൽ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. എന്നാൽ പല സംസ്ഥാനങ്ങളിലും ഇതിന് സ്റ്റേ വന്നിട്ടുണ്ട്. പ്രധാനമായും ഈ ബാനിനെതിരെ സംസാരിക്കുന്നവര് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഈ നായ്ക്കളെയൊക്കെ വാങ്ങിയിട്ടുള്ളവര് ഇതിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. എങ്കിലും സ്റ്റേ വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞത് അവസാനം ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്ന ഒരു കാര്യമാണ്. അതായത് നിലവിലെ ഈ ബ്രീഡുകൾ ഉള്ളവർ അതിനെ സ്റ്റെറിലൈസ് ചെയ്ത് വേണം വളർത്താൻ എന്നുള്ളത്. എന്താണ് സ്റ്റെറിലൈസേഷൻ, ഇതിൻ്റെ ഗുണങ്ങളും ഇതിൻ്റെ ദോഷങ്ങളും എന്തൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. ഗർഭധാരണ ശേഷി കളയുക എന്നതാണ് വന്ധ്യകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൃഗങ്ങൾ ഇതിനെ സ്റ്റെറിലൈസേഷൻ, ഡീസെക്സിങ്, ന്യൂട്ടറിങ് എന്നൊക്കെയാണ് പൊതുവെ പറയാറ്. ഇനി സ്പേയിങ് എന്ന് നമ്മൾ പൊതുവെ പറയുന്നത് ഫീമെയിൽ കാറ്റ്സ് ആൻഡ് ഡോഗ്സിലും, കാസ്ട്രേഷൻ എന്ന് പൊതുവെ പറയുന്നത് മെയിൽ കാറ്റ്സ് ആൻഡ് ഡോഗ്സിലുമാണ്. കംപ്ലീറ്റ് വാക്സിനേഷന് ശേഷം 6 മുതൽ 9 മാസം ആകുമ്പോഴാണ് ഈ സർജറിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രായം. മറ്റു നായ്ക്കൾ കോമ്പൗണ്ടിനകത്തേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ നായ കോമ്പൗണ്ടിന് പുറത്തേക്കോ പോകുന്നത് തടയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഇനി പൂച്ചകളുടെ കാര്യത്തിലാണെങ്കിൽ പൂച്ചകളുടെ പ്രജനനം എന്ന വീഡിയോയിൽ പറഞ്ഞതുപോലെ അവരുടെ കരച്ചിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കും നിങ്ങളുടെ അയൽപ്പക്കക്കാർക്കും അതൊരു ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ഹീറ്റ് സൈക്കിളിനെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ന്യൂട്രിങ് സർജറി ചെയ്യാവുന്നതാണ്. എന്നാൽ എൻ്റെ പൂച്ചയ്ക്ക് നായ്ക്കൊക്കെ കാണില്ലേ കുട്ടികളൊക്കെ വേണമെന്നൊരാഗ്രഹം എന്നുള്ളത് ആന്ത്രോപോമോർഫൈസിങ് ഇമോഷനാണ്. അതായത് മനുഷ്യരിലുള്ള ഇമോഷൻ മറ്റു സ്പീഷീസിലും ഉണ്ടാവുമെന്ന് നിങ്ങൾ കരുതുന്നതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷെ ശരിക്കും അവർക്ക് അങ്ങനെ ഇല്ല എന്നാണ് ഓരോ പഠനങ്ങളും തെളിയിക്കുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ നോക്കാം. ആദ്യത്തെ പോസിറ്റീവ് എന്നത് തെരുവ് നായ്ക്കളുടെയും പൂച്ചകളുടെയും എണ്ണം കുറയ്ക്കും എന്നുള്ളതാണ്. സെക്ഷുവലി ഇൻടാക്റ്റ് ആയിട്ടുള്ള നായ്ക്കൾ പുറത്തു പോകാനും അതുപോലെ തന്നെ മറ്റു നായ്ക്കൾ സെക്ഷുവലി ഇൻടാക്റ്റ് ആയിട്ടുള്ള ഒരു നായ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അകത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അൺവാണ്ടഡ് പ്രഗ്നൻസിയിലെ കുഞ്ഞുങ്ങൾ തെരുവിൽ ഉപേക്ഷിക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇനി പൂച്ചകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ വർഷത്തിൽ എല്ലാ സമയവും ഇവർക്ക് ഹീറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റഫ്ലി നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഒരു പൂച്ച പ്രസവിക്കാനുള്ള സാധ്യതയുണ്ട്. 6 മാസം ആകുമ്പോൾ മുതൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റും. അപ്പം നമ്മൾ പൂച്ചക്കുട്ടി എന്ന് കരുതുന്ന പൂച്ചക്കുട്ടിക്കും കുട്ടി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി പൂച്ചയുടെ എണ്ണം കൂടുന്നതുകൊണ്ട് ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്നും പറയുന്നത് പൂച്ച ഒരു ഹണ്ടറാണ്. അതുകൊണ്ട് പൂച്ചയുടെ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഏകദേശം 27 ചെറിയ സ്പീഷീസ് ഓഫ് ആനിമൽസിൻ്റെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇനിയുള്ളത് ബിഹേവിയറൽ പ്രോബ്ലംസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു നായ്ക്കളാണെങ്കിലും പൂച്ചകളാണെങ്കിലും പുറത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന്. ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ആക്സിഡൻറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. റാബീസ്, ഡിസ്റ്റംബർ പോലെയുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കടിപിടി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ആൺപൂച്ചകളുടെ മുഖം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, പെൺപൂച്ചകളെക്കാട്ടും കുറച്ചും കൂടെ ബൾക്കി ആയിരിക്കും. അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടെസ്റ്റോസ്റ്ററോൺ അവരുടെ മുഖത്തുള്ള ഫാറ്റ് ലെയർ കൂട്ടും. അങ്ങനെയാണ് അവരുടെ മുഖം കുറച്ചും കൂടെ ബൾക്കി ആവുന്നത്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു പൂച്ചകളായിട്ട് അടിപിടി ഉണ്ടാകുന്ന സമയത്ത് ഇതൊരു നാച്ചുറൽ ഷീൽഡായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ കടിപിടി കൂടുന്നത് ഇവരുടെ നാച്ചുറൽ ഇൻസ്റ്റിങ് തന്നെയാണ്. ഇനി പലർക്കും ഇഷ്ടമില്ലാത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ യൂറിൻ സ്പ്രേ ചെയ്ത് ടെറിട്ടറി മാർക്ക് ചെയ്യുന്നതാണ്. ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്ത് വളർത്തുന്ന പൂച്ചകളാണെങ്കിൽ അവരുടെ ടെറിട്ടറി അവർ മാർക്ക് ചെയ്യുക നിങ്ങളുടെ ഫർണിച്ചറുകളിലും ചവിട്ടിയിലും ബെഡിലും ഒക്കെ ആയിരിക്കും. അപ്പം അത് കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുക എന്ന് പറഞ്ഞത് ഒരു വലിയ കാര്യം തന്നെയാണ്. മാത്രമല്ല ആൺപൂച്ചകൾക്ക് സെക്ഷൽ മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്മെല്ല്, അതിന് മസ്ക് ഓർഡർ എന്നാണ് പറയുക, അത് ഒഴിവാക്കാനും ഈ ന്യൂട്രിങ് വഴി സാധിക്കും. വന്ധ്യകരണം നടത്താത്ത പെൺനായ്ക്കളിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് പയോമെട്ര. യൂട്രസിൽ പഴുപ്പ് വന്ന് അടിയുന്ന ഒരവസ്ഥയാണ് പയോമെട്ര.
ഇങ്ങനെ പഴുപ്പ് അടിഞ്ഞുകൂടിയതിനു ശേഷം സെപ്റ്റിസീമിയായിട്ട് മരിച്ചു പോകാനുള്ള സാധ്യത വരെ ഈ അസുഖത്തിനുണ്ട്. ഈ അസുഖം ഒഴിവാക്കാനും ഇനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർമനൻറ്റ് സൊല്യൂഷനായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് വന്ധ്യകരണം ചെയ്യുക എന്നുള്ളതാണ്. ഇത് പെൺപൂച്ചകളിലും നായ്ക്കളിലും ഉള്ള കാര്യമാണെങ്കിൽ ആൺപൂച്ചകളിലും നായ്ക്കളിലും ഉണ്ടാകുന്ന ഒരു പ്രധാന രോഗമാണ് ബെനൈൻ പ്രോസ്ട്രേറ്റ് ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ ഹൈപ്പർപ്ലേഷ്യ. പ്രായമായ വന്ധ്യകരണം ചെയ്തിട്ടില്ലാത്ത മെയിൽ ഡോഗ്സിലും കാറ്റ്സിലും കാണുന്ന ഒരു അസുഖമാണിത്. പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി വലുതാവുന്നത് കാരണമാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടും മൂത്രം ഒഴിക്കുന്ന സമയത്തും ഉണ്ടാകുന്ന ഭയങ്കര വേദനയാണ്. ഇത് മാത്രമല്ല, മറ്റ് പല ട്യൂമറുകളും വന്ധ്യകരണം വഴി അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ വഴി നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇതിൽ ആദ്യത്തേത് മാമറി ഗ്ലാൻഡ് ട്യൂമറാണ്. ഫീമെയിൽ ഡോഗ്സിൽ ഏറ്റവും കോമൺ ആയി കാണുന്ന ഒരു ട്യൂമറാണ് മാമറി ഗ്ലാൻഡ് ട്യൂമർ. ഇത് മെറ്റാസ്റ്റാറ്റിക് ആയിട്ടുള്ള ട്യൂമറാണ്. അതായത് മാമറി ഗ്ലാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഇത് പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. സ്റ്റെറിലൈസ് ചെയ്യാത്ത മൃഗങ്ങളിൽ ഇത് ഉണ്ടാകാനുള്ള സാധ്യത ഏകദേശം 7 ഇരട്ടിയാണ് കൂടുതൽ. ഇനി ആൺ നായ്ക്കളിൽ കാണുന്ന സെക്കൻഡ് കോമൺ ആയിട്ടുള്ള ട്യൂമറാണ് ടെസ്റ്റിക്കുലാർ ട്യൂമർ. ഇതിന് മാലിഗ്നൻസി കുറവാണ്. അതായത് മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് ഇത് പോകാനുള്ള സാധ്യത കുറവാണ്. എന്നാലും വന്ധ്യകരണം ഇതിന് മുഴുവനുമായിട്ട് ഒഴിവാക്കുന്നു. ഓവേറിയൻ ആൻഡ് യൂട്രൈൻ ട്യൂമേഴ്സ് ഒഴിവാക്കുക എന്നുള്ളത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ കേട്ട് എന്നാൽ പിന്നെ ഇനി സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് തീരുമാനിക്കാനായിട്ടില്ല. ഇപ്പം സംസാരിച്ചത് സ്റ്റെറിലൈസേഷൻ്റെ പോസിറ്റീവ് വശങ്ങളാണ്. എന്നാൽ മറ്റേതൊരു കാര്യത്തിനും പോലെ ഇതിനും ഒരുപാട് നെഗറ്റീവ് വശങ്ങളും ഉണ്ട്. നെഗറ്റീവ് വശങ്ങളും ഈ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് ഭയങ്കര നീണ്ടുപോകും. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. അതിനുശേഷം മാത്രം നിങ്ങളൊരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള വീഡിയോ അടുത്ത ആഴ്ച ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അത് മിസ്സാകാണ്ടിരിക്കാൻ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.